ജീവിതം പരാജയപ്പെട്ടു എന്ന് തോന്നിയാൽ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഏത് പ്രായത്തിലും, ഏത് സമയത്തും, ഏത് കാലത്തുമാവാം. ഈ 5 കാര്യങ്ങൾ, താഴെ പറയുന്ന 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. 1. മെൻ്റൽ വെൽനെസ്, അതായത് നല്ല മാനസിക ശക്തി ഉണ്ടാവുക. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ ദിവസവും നമുക്കിഷ്ടപ്പെട്ട പുസ്തകം, പറ്റുമെങ്കിൽ മോട്ടിവേഷനൊക്കെ ലഭിക്കുന്ന പുസ്തകങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ 30 മിനിറ്റ് നമ്മൾ വായിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് നല്ലൊരു ആശ്വാസവും നല്ലൊരു കുളിർമയും നല്ലൊരു ഉന്മേഷവും ലഭിക്കും. 2. ഫിസിക്കൽ വെൽബീയിങ്. മനുഷ്യജീവിതത്തിൽ നമുക്ക് അനിവാര്യമായ ഒന്നാണ് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടാവുക എന്നത്. അതിന് എല്ലാ ദിവസവും നമ്മൾ കുറഞ്ഞ സമയം ഒരു 15 മിനിറ്റോ 30 മിനിറ്റോ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മാനസിക ശക്തിയും ശാരീരിക ശക്തിയും വർദ്ധിക്കുകയും നമുക്കൊരു ഉന്മേഷം ലഭിക്കുകയും ചെയ്യും. പറ്റുമെങ്കിൽ ഒരു ജിമ്മിലൊക്കെ അഡ്മിഷൻ എടുത്ത് നമ്മൾ ഒരു ട്രെയിനറുടെ കീഴിൽ ശാരീരിക സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ശാരീരിക ശക്തി വർദ്ധിപ്പിക്കാനും ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ പരാജയ ഭീതി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും പരാജയത്തിൻ്റെ കാരണമായിട്ട് പറയാറുള്ളത് സാമ്പത്തിക ഭദ്രതയാണ്. സാമ്പത്തികമില്ലായ്മയാണ് നമ്മൾ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്ക് പറയാറുള്ളത്. ഏതൊരു മനുഷ്യനും എല്ലാ ദിവസവും ചെറിയ ഒരു വരുമാനമെങ്കിലും ഉണ്ടാവും. ആ ഓരോ വരുമാനവും നമുക്ക് വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറ്റാം. വളരെ തുച്ഛമായിട്ടുള്ള വരുമാനവും വലിയ മുതൽക്കൂട്ടായി മാറ്റാൻ പറ്റുന്ന ഒരു സംഗതിയെക്കുറിച്ചാണ് പറയാനുള്ളത്. നമ്മുടെ മൂന്നാമതായിട്ട് പറയാനുള്ളത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെക്കുറിച്ച്. അതായത് നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയോ ഇൻവെസ്റ്റ് വല്ല ഷെയർ മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട് പോലുള്ള വിശ്വസ്ത ഗവൺമെൻറ് അംഗീകൃതമായ മേഖലകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാനും നമുക്കൊരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു 2.5% ഓരോ മാസവും ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 2.5% നമ്മൾ ഒരു പാവപ്പെട്ടവന് ചാരിറ്റി നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അനന്തരഫലം നമ്മുടെ ബാക്കിയുള്ള 97.5% തീർച്ചയായിട്ടും പ്രതിഫലിക്കും. അങ്ങനെ നമുക്ക് നല്ലൊരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. 4. സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചാണ് പറയാനുള്ളത്. പലപ്പോഴും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നതാണ് ഡിപ്രഷനെ കുറിച്ച്. ഈ ഡിപ്രഷൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ ആരോടും സംസാരിക്കാനില്ലാത്ത ഒരവസ്ഥയിലാണ് ഡിപ്രഷൻ ഉണ്ടാവുകയും അതിലൂടെ ജീവിതം അവസാനിപ്പിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുകയും ചെയ്യുന്നത്. അതിന് പരിഹാരമായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ വീട്ടിലുള്ള ആളുകളുമായിട്ട്, മുതിർന്നവരായാൽ നമ്മുടെ മാതാപിതാക്കളാവാം, മക്കളാവാം, കുടുംബത്തിലെ മറ്റുള്ളവരാവാം, ഭാര്യയാവാം, സഹോദരന്മാരും എല്ലാവരോടും പറ്റുന്ന ആളുകളോടൊക്കെ എല്ലാ ദിവസവും ഉള്ളു തുറന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ ഡിവൈസുകളെല്ലാം ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ മാറ്റിവെച്ച് ഉള്ളു തുറന്ന് ഫ്രീ ആയിട്ട് എല്ലാ ദിവസവും ഒരു കുറഞ്ഞ സമയം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ളത്, മറ്റുള്ളവർക്ക് റെഫർ ചെയ്ത് കൊടുക്കാറുള്ളത് എല്ലാ ദിവസവും രാത്രി ഭക്ഷണം വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് കഴിക്കുക. അതിലൂടെ നമുക്ക് കുശലങ്ങൾ പറയാം, തമാശകൾ പറയാം, അന്ന് രാവിലെ മുതലുണ്ടായ അനുഭവങ്ങൾ പറയാം. എല്ലാം പറയുന്നതോടെ നമുക്കൊരു ഫ്രീ മൈൻഡ് സെറ്റ് ഉണ്ടാവുകയും നമുക്ക് സാമൂഹിക പ്രതിബദ്ധത അതിലൂടെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ ആ ചർച്ചയിൽ വരും, നമ്മുടെ അയൽവാസികളുടെ കാര്യങ്ങൾ വരും, കുടുംബത്തിലുള്ള ആളുകളുടെ ചേരും. അപ്പോൾ അതിലൊക്കെ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് വരികയും അതിലൂടെ നമുക്ക് നമ്മുടെ പരാജയത്തിൻ്റെ ഭീതി കുറക്കാനും സാധിക്കും. അവസാനമായി 5 സ്പിരിച്വാലിറ്റിയാണ്. സ്പിരിച്വൽ പ്രാക്ടീസിങ്ങിനെ കുറിച്ചാണ് പറയാനുള്ളത്. മുമ്പ് പറഞ്ഞ 4 കാര്യങ്ങൾക്കും പുറമെ ഈ സ്പിരിച്വൽ കാര്യങ്ങൾ, നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ സൃഷ്ടാവിനുള്ള ആരാധനാ കർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കുന്നില്ലെങ്കിൽ
അവൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ, അവൻക്ക് വേണ്ടി ആ സൃഷ്ടാവിന് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം പരാജയത്തിലാകും. അതുകൊണ്ട് എല്ലാ ദിവസവും മതവിശ്വാസത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിന് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതില്ല. ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമായ ഒന്നാണ് 5 വക്ത നിസ്കാരം. അത് കൃത്യമായിട്ട് നിർവഹിക്കുക. അതിലൂടെ നമുക്ക് നമ്മുടെ ദൈവത്തോടടുക്കാനും പടച്ചവനോടടുക്കാനും അതിലൂടെ നമുക്ക് ആത്മസംതൃപ്തി ലഭിക്കാനും സാധിക്കും. നാളെ മരിച്ചു ചെന്നാൽ അവിടെയും ഒരു വിജയം അതിലൂടെ ഉണ്ടാക്കും. ചുരുക്കത്തിൽ 5 കാര്യങ്ങൾ നമ്മുടെ വിജയത്തിൽ വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. 1 മെൻ്റൽ വെൽനെസ്, 2 ഫിസിക്കൽ വെൽബീയിങ്, 3 ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, 4 സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, 5 സ്പിരിച്വൽ ഗ്രോത്ത്. ഈ 5 കാര്യങ്ങൾ ജീവിതത്തിലുടനീളം നമ്മൾ പുലർത്തിപ്പോരണം. എല്ലാ ദിവസവും ഇതിനു വേണ്ടി കുറഞ്ഞ സമയം നമ്മൾ മാറ്റിവെക്കണം. അങ്ങനെ നമ്മുടെ ജീവിതം വിജയകരമാവട്ടെ എന്ന് ആശംസിക്കുന്നു.